വളരെ വേഗത്തിൽ പെട്ടെന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നത്. അതിനുവേണ്ടി നല്ലൊരു തുക നമ്മൾ ടോൾ നൽകും. എന്നാൽ ദേശീയപാതയിലെ അവസ്ഥ എന്താണ്? ബ്ലോക്കില്ലാതെ പോകാൻ കഴിയും? എത്ര സ്ഥലങ്ങളിലാണ് പണി നടക്കുന്നത്? ഇപ്പോൾ വാളയാറിൽ നിന്ന് വരുമ്പോൾ ഇവിടം വരെ ചന്ദ്രനഗർ വരെ വലിയ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞാണ് എന്താണ് സ്ഥിതി നോക്കാം. ബ്ലോക്കേ ഉള്ളൂ. രാവിലെ 9 മണി തുടങ്ങി കഴിഞ്ഞാൽ ഒരു 12 മണി വരെ ബ്ലോക്കാണ്. അത് കഴിഞ്ഞ് 2 മണി കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രി 10 മണി വരെയും ബ്ലോക്കാണ്. വണ്ടികൾക്ക് ഇവിടെ യൂ ടേൺ ചെയ്ത് പോകാനുള്ള സൗകര്യം ഇല്ലാത്തതിനാണ് മെയിൻ പ്രശ്നം. ഇന്നലെയൊക്കെ 2 കിലോമീറ്ററോളമാണ് ബ്ലോക്ക് ആ റോഡിൽ. അതിന് പുറമെ ആക്സിഡൻറ്റ് വേറെ. ഈ റോഡ് ഇങ്ങനെ കിടക്കുന്ന കാരണം 2 വീലറുകൾ കയറുന്ന സമയത്ത് സ്കിഡ് ചെയ്ത് വീണ് ബൈക്ക് അവിടെ നിന്ന് വരുന്ന വണ്ടിക്കാർ ബാക്കിൽ മുട്ടിയിട്ട് ഇങ്ങോട്ട് തിരിയാൻ നിൽക്കുന്ന സമയത്ത് ബാക്കിൽ വന്ന് മുട്ടും, വീഴുക. ഞങ്ങൾക്ക് പോകാനും വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ സൈഡാണ് പാലും കൊണ്ട് പോവുക, കാഴ്ചപ്പറമ്പിക്കേ. അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരാനാ ബുദ്ധിമുട്ട്. അതേ ചുറ്റുകാരും ഇവിടെ മൊത്തം ബ്ലോക്ക് തന്നെയാണ്. മൊത്തം ഇപ്പോൾ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൊത്തം വണ്ടികൾ മൊത്തം ബ്ലോക്കാവും. പിന്നെ ഇവിടെ യൂ ടേൺ അടിച്ച് പോകുന്നത് പല സൈഡിൽ കൂടെ, റോങ് സൈഡിൽ കൂടെ വണ്ടികൾ കയറി വരുന്നുണ്ട്. അങ്ങനെ പിന്നെ രണ്ടാമത്തെ പൊടിയായിട്ട് മൊത്തം അലർജി കാര്യങ്ങളും തുമ്മലും. ഇവിടെ റോഡ് ഫുള്ള് ബ്ലോക്കാണ്. പോയി ഇവിടെ നിന്നിട്ട് ചോദിക്കുന്നുണ്ട് വഴി അറിയാണ്ട് തൊഴിൽ. അപ്പം നമ്മളെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ. വൈകുന്നേരമായി ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയും ബ്ലോക്കാണ്. ഞായറാഴ്ച സമയങ്ങളിൽ ഒരുപാട് ബ്ലോക്ക് ഉണ്ടാവും. ഇവിടെ ഒരുപാട് ആക്സിഡൻറ്റ് നടക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടുന്ന് ബ്ലോക്ക് പറഞ്ഞാൽ ഇവിടുന്ന് പുതുക്കോട് വരെ ബ്ലോക്ക് ഉണ്ടാവും. പുതുക്കോട് വരെ 1.5 കിലോമീറ്ററോളം ബ്ലോക്കാണ്. മഴക്കാലങ്ങളിൽ ഇവിടെ ഫുള്ള് വെള്ളമാണ്. ഇവിടെ ബസ് സ്റ്റോപ്പാണ്. പിന്നെ കുട്ടികളടക്കം ഇവിടെ നിൽക്കുന്നതാണ്. ഈ കുട്ടികളായിക്കോട്ടെ, ഇവിടെ സ്കൂളാണ്, ഇവിടെ നിന്ന് അടുത്ത് ഇത് സ്കൂളാണ്. അപ്പോൾ ഇത്ര ചുറ്റോടുള്ള ഭാഗങ്ങൾ എല്ലാവരും ഇതേ നടന്നിട്ടാണ്, കാൽനട ഇതായിട്ടാണ് പോണത്. ഈ വെള്ളം ഇങ്ങനെയുള്ള കെട്ടി നിൽക്കുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്നതാണ്. ചില്ലാനം പേര് മരണപ്പെട്ട ദേശീയ പാതയാണ് മണ്ണുത്തി വടക്കഞ്ചേരി. ലക്ഷക്കണക്കിന് രൂപ ഡെയിലി ടോള് പിരിച്ചുകൊണ്ട് ആളുകളെ കൊള്ളയടിക്കുക, യാത്രക്കാരെ കൊള്ളയടിക്കുക എന്നല്ലാതെ 90% പണി പൂർത്തിയായാൽ മാത്രമേ ടോൾ പിരിക്കാവുന്നു എന്നുള്ള കണ്ടീഷൻ ഇരിക്കുക. ഒരു എഗ്രിമെൻ്റ് കരാറിൽ തന്നെ ഇരിക്കുക. 70% പോലും പണി പൂർത്തിയാകാതെയാണ് 2022 മുതൽ ടോൾ പിരിച്ചു തുടങ്ങിയത്. $30 കിലോമീറ്റർ ദൂരമുണ്ട് പാലക്കാട് നിന്ന് വടക്കഞ്ചേരിയിലേക്ക്. ഇതിനിടയിൽ 4 സ്ഥലത്താണ് പ്രധാനമായും നിർമ്മാണ ജോലികൾ നടക്കുന്നത്. അവിടെയൊക്കെ ഭയങ്കര ബ്ലോക്ക് കടന്ന് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ 115 രൂപ നൽകിയാണ് ഈ ടോളിൽ നിന്നും അപ്പുറം കടക്കാനായത്. ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.